കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഷോ ഒരു ആഘോഷമാണ്. നമ്മൾ മാത്രമല്ല ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത്. ആഘോഷം കുറച്ചുകൂടെ കളർഫുൾ ആക്കാൻ വേണ്ടി നമുക്കൊരു വീഡിയോ കാണാം. കാരണം ആ വീഡിയോയിലാണ് ആഘോഷം നിറഞ്ഞിരിക്കുന്നത്. എന്താന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? വീഡിയോ കണ്ടു നോക്കുക. അപ്പൊ എന്താണ് ആഘോഷം എന്ന് മനസ്സിലാവും. ഇതാ വീഡിയോ. കോളേജ് എന്ന് പറഞ്ഞ ഇതാണ് കോളേജ്. സൂരജ് കണ്ടില്ലേ എത്ര സമാധാനപരമായ അന്തരീക്ഷം, ഒരു കൊച്ചു സ്വർഗം. ഈ ജംബോസിന് പിടികൊടുക്കുവാണെങ്കിൽ അത് കർത്താവിന് മാത്രമായിരിക്കും. അപ്പൊ നമ്മളങ്ങ് ആഘോഷമാക്കും. ആഘോഷം ആഘോഷം എന്ന് പറഞ്ഞപ്പോ ഇത്രയും ആഘോഷം ഒന്ന് പറയണ്ടേ? ഗംഭീരല്ലേ? ഇതല്ലേ പറഞ്ഞേ, ഒരു വീഡിയോ കാണിച്ച് കഴിയുമ്പോഴേ അതിന്റെ ആ ഒരു ത്രില്ല് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി ആ വീഡിയോയിലുള്ള എല്ലാരും ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പോവാന്ന് പറഞ്ഞാൽ ഏത് മൂഡ്? ആഘോഷം ഒരു സെക്കൻഡ് ഷാജോനേട്ടന്റെ പോലെ ഒരു ഫീലില്ലേ? അല്ലേ? ഷാജോടെ വന്ന് ഇറങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. ഇത് പണ്ട് തൊട്ടേ കേൾക്കണ പേരാ. ലൂസിഫർ കഴിഞ്ഞപ്പോ ചോദിച്ചായിരുന്നു നിങ്ങൾ ഇരട്ടകളാണോ? ലൂസിഫറിൽ ഞാനാണല്ലോ, ലാലേട്ടനും ഷാജോണിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ ഷാജോനാണ്. അപ്പൊ ഇരട്ടകളാണോ ബ്രദേഴ്സ് ആണെന്നുള്ള ചോദ്യം അന്നോട്ട് തുടങ്ങിയതാ. ഈ സിനിമയില് എനിക്ക് തോന്നുന്നു ഷാജോൻ ഇല്ലല്ലോ. ഇല്ല. ഇവിടെ തന്നെ കറക്റ്റ് കാസ്റ്റിംഗ് തന്നെ അല്ലായിരുന്നോ? അത് മാറിപ്പോയതാണോ? ആരോട് എനിക്ക് തോന്നുന്നു നമുക്ക് അമൽ ബ്രോയിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. കാരണം അമൽ ചേട്ടന്റെ മൂവിയാണ്, ഡയറക്ടർ ഇസ് അമൽ. സോ ലെറ്റ് മീ ആസ്ക് ഹിം, എന്താണ് ആഘോഷം? ഞങ്ങൾക്ക് എന്ത് ആഘോഷമാണ് തരുന്നത്? കേൾക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ആഘോഷം ടീമിനെ ഇൻവൈറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ആഘോഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻ നമ്മുടെ ടാഗ്ലൈൻ. ആ ടാഗ്ലൈൻ പോലെ തന്നെ ആഘോഷം ഒരു ഗ്രാൻഡ് ആഘോഷം തന്നെയായിരിക്കും, സെലിബ്രേഷൻ തന്നെയായിരിക്കും. ഇതൊരു കോളേജ് സബ്ജക്റ്റാണ്, ഒരു കോളേജ് സ്റ്റോറിയാണ്. അപ്പം ഒരു കോളേജ് സ്റ്റോറി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അതിൻ്റെ ഒരു എല്ലാത്തരം കളറും അല്ലെങ്കിൽ ഒരു അടിപൊളി പരിപാടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു 2-2.5 മണിക്കൂർ തിയേറ്ററിലൊന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ആഘോഷം തന്നെയായിരിക്കും ഈ ആഘോഷം. അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഈ കോളേജിലെ സ്റ്റുഡൻസ് ആണോ ഇവരെല്ലാരും? എന്നെ കാണുമ്പോഴേ അറിയത്തില്ലേ, സീനിയർ മോസ്റ്റ് സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡന്റ്. അയ്യോ ദൈവമേ. ശരി, ഇതിന്റെ ക്യാരക്ടറിനെ പറ്റി എന്നാ പറയാനുള്ളത്? എന്റെ ക്യാരക്ടറിന്റെ പേര് കിങ്സ് ബെന്നി എന്നാണ്. പടത്തില് കിങ്സ് എന്ന എന്റെ പ്രസ്ഥാനത്തിന്റെ പേരാണ്. അപ്പൊ ആ കോളേജില് ഒരു ക്യാൻറ്റീൻ നടത്തുന്ന ആളാണ് ഞാൻ ആക്ച്വലി. പക്ഷെ കഥയില് നായകനോടൊപ്പം ട്രാവൽ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ബാക്കി തിയേറ്ററുകളിൽ. അതെ, അത് കറക്റ്റ്. ബാക്കി ആഘോഷമായിട്ട് നമുക്ക് തിയേറ്ററിൽ കാണാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓൾസോ റോസ്മിൻ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് റോസ്മിൻ. ഹായ് റോസ്മിൻ, എന്ത് തോന്നുന്നു? എനിക്ക് ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വേദിയിൽ വരാൻ പറ്റിയതിൽ, ഇൻവൈറ്റ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. എൻ്റെ 2ാമത്തെ സിനിമയാണ്, അതും ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി. പിന്നെ ക്യാരക്ടറിൻ്റെ നെയിം അഞ്ജലി എന്നാണ്, കോളേജ് പ്രൊഫസറായിട്ടാണ് ചെയ്യുന്നത്. അടിപൊളി, സൂപ്പർ, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ എന്തായാലും മൊത്തത്തിൽ ആഘോഷം തന്നെയാണ്. വിത്ത് ദിസ് ഓൾസോ മക്ബൂൽ സൽമാൻ. ഇത്ര വലിയൊരു ഇൻട്രൊഡക്ഷൻ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇടി മേടിക്കും. കാരണം ഇതിന്റെ ഓഡിയോ ലോഞ്ച് തൊട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴേ എനിക്ക് അതിന് ഭാഗമാകാൻ സാധിച്ചുള്ളൂ. സിനിമയിൽ വിളിച്ചില്ല, പക്ഷെ ഓഡിയോ ലോഞ്ചിന് വിളിച്ചു. അവർക്ക് സിനിമ നന്നാക്കണോടാ. നന്നാക്കണോ? അതെ, അതുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത്. യെസ്, പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? പ്രൊഡ്യൂസർ ചിരിക്കുന്നു, നന്നായിരുന്നു. ഇതിലൊരു ഭയങ്കര സസ്പെൻസ് ഉള്ള ക്യാരക്ടറാണ്. മൈ ഗോഡ്. ഈ പടത്തിലെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു സൈക്കോ കില്ലർ ആണ്, പക്ഷെ ക്ലൈമാക്സിൽ റിവീൽ ചെയ്യുള്ളൂ. അതും പറഞ്ഞ ഇതൊന്നും അല്ല ക്യാരക്ടർ. അല്ല, ഇവരൊക്കെ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ആയിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇവരൊക്കെ ഭയങ്കര ബബ്ലി, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. അപ്പൊ ഈ സിനിമയുടെ പേര് ആക്ച്വലി ഇവര് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ആഘോഷം എന്നായതാണോ, അതോ ഈ സിനിമയിൽ ആഘോഷമാക്കി ഇവര് ഫുൾ ടൈം സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു ഇവരെല്ലാം? ആദ്യ പടത്തിന്റെ പേര് സന്ദേശം എന്നായിരുന്നു. ബോബി ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം അത് ആഘോഷം എന്തോ ഒരു ഒളിച്ച് ഇരിപ്പ് അതിലുണ്ടെന്ന് അറിയാം അല്ലേ? ശരിക്കും ഇവരെല്ലാരും ഭയങ്കര ആഘോഷിക്കുന്ന ഒരു ടീമാണ് ഇവരെല്ലാരും. സിനിമേന്റെ ആ ഒരു പോസിറ്റീവ് ഫീല് വരുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ലൈഫ് ഇസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻ ചേച്ചി. പ്രൊഡ്യൂസറിനോട് ഇനി ചോദിക്കട്ടെ, അവിടെ ആഘോഷമായിരുന്നു എന്നതെല്ലാം കൂടെ. യെസ് ലിസി മാം. ഞാൻ നിൽക്കുന്നത് ഞങ്ങള് CN ഗ്ലോബൽ എന്ന് പറഞ്ഞ പ്രവാസികളുടെ ഒരു കൂട്ടായ്മയാണ്.
അവർക്കെല്ലാം വേണ്ടി പ്രതിനിധിയായിട്ട് ഞാൻ നിൽക്കുക. Okay. ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യം സ്വർഗം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. ഇത് രണ്ടാമത്തെ സിനിമയാണ് ആഘോഷം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകളൊക്കെയുള്ള നല്ല എന്തെങ്കിലും നല്ല സന്ദേശമൊക്കെ നൽകുന്ന എല്ലാവർക്കും കുടുംബം ഒന്നിച്ച് കാണാവുന്ന നല്ല സിനിമകൾ ഒരു വർഷം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രയത്നമാണിതും. പക്ഷേ ഇതിൻ്റെ ടീമിന് പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ ആക്ടേഴ്സും അതുപോലെ തന്നെ ടെക്നീഷ്യൻസും എല്ലാം പ്രൊഡ്യൂസേഴ്സിനോട് വളരെ സന്തോഷപൂർവ്വം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ഭാരമില്ലാതെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ആഘോഷം എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. ഓൾറൈറ്റ്, അപ്പോൾ ഈ ഒരു ആഘോഷം ഇങ്ങനെ പോസിറ്റീവ് വൈബായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. ഇനി നമുക്ക് നമ്മുടെ ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സിന്റെ ആഘോഷത്തിലേക്ക് കടന്നാലോ? വൺസ് അഗെയിൻ നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. പുതിയ വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങൾ, തമാശകളൊക്കെ ഞങ്ങൾക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാം. നമുക്ക് നമ്മുടെ ആഘോഷത്തിലേക്ക് കടക്കാം. സ്കിറ്റ് കാണാം. നിന്റെ ആഘോഷം കഴിഞ്ഞ? അയ്യോ, നിങ്ങൾ ആഘോഷ ടീമിനല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കല്ലേ. നിങ്ങൾ പൊളിയാണ്, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് അല്ലേ? ഇത് അങ്ങനത്തെ ആഘോഷമല്ല, ഇത് എന്നെ കളിയാക്കാൻ വേണ്ടി മാത്രമുള്ള ആഘോഷമാണ്. നേരം വെളുക്കം അവന്മാർക്ക് തുടങ്ങും. ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ടും വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവന്മാരുടെ ആഘോഷം കഴിഞ്ഞിട്ടില്ല. അല്ല, അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവന്മാർക്കെതിരെ എന്റെ ചേട്ടൻ ഇവിടെ നിന്ന് മത്സരിച്ചായിരുന്നു. അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അതിന് ഒരോട്ട് ഒരോട്ടിന് ചേച്ചി തോറ്റത്? ഒരോട്ടം അങ്ങനെ കിട്ടിയുള്ളൂ. അപ്പൊ ചേച്ചി ഓട്ടിട്ടില്ലേ? അയ്യോ, ഞാൻ ഓട്ടിട്ടില്ല. അത് നമ്മുടെ സ്വന്തം മക്ബൂലിന്റെ മൂത്താപ്പ ഇട്ടില്ലല്ലോ. മമ്മൂക്കൊക്കെ ഇല്ലാത്ത ഒരോട്ടം എനിക്കും വേണ്ട. ഞാനേ കാണാൻ കാത്തിരിക്കണം എന്നൊന്ന് പറഞ്ഞേക്കണേ. ഞാൻ ഭയങ്കര ഫാനാണ്, അതുകൊണ്ടാണ്. ചേച്ചി, വേറൊരു കാര്യം കേൾക്കണോ? നമ്മുടെ ഈ റിസൾട്ട് പറഞ്ഞതിന്റെ തലേ ദിവസം വരെ എന്റെ വീട്ടിനകത്ത് ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു. രാത്രിയൊക്കെ ആകുമ്പോ 8 ഫുള്ളൊക്കെയാണ് ഒരുമിച്ച് പൊട്ടിച്ചത്. പൊട്ടിച്ച് എന്റെ കെട്ടിയവൻ 8 നിലയിൽ പൊട്ടി ഇവിടെ ഇരിപ്പുണ്ട്. എന്നിട്ടൊരു പട്ടിയെ ഈ വഴിക്ക് ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതായത് ഈ ഇലക്ഷൻ തോറ്റത് എന്താണെന്നുള്ളത് വിശദമായ പഠനം ഞങ്ങൾ നടത്തും. മനസ്സിലായില്ലേ? എന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലൊരു തോൽവി ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലൊരു തോൽവിയെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്നെ പറഞ്ഞാണ് നിങ്ങളെ ഭർത്താവിന്റെ തോൽവി പറ്റി പറഞ്ഞത്? നിന്നെ തന്നെ പറഞ്ഞതാണോ? നിന്നെ തന്നെ. നീയെ ഇലക്ഷന്റെ റിസൾട്ട് വന്ന അന്ന് മുങ്ങിയതാണ്, എന്നിട്ട് ഇപ്പോഴല്ലടാ പൊങ്ങണത്. മര്യാദയ്ക്ക് ഒരു പാർട്ടിയിൽ മാന്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എന്റെ ചേട്ടനെ കുത്തിത്തിരിപ്പുണ്ടാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയത് നീയല്ലടാ. വീട്ടിലെ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്റെ ചേട്ടന് കിട്ടിയത് വെറും ഒരേ ഒരു ഓട്ടാണ്. അത് എന്റെ വോട്ടാണ്. അയ്യടാ, അത് എന്റെ ചേട്ടന്റെ വോട്ട്. എന്റെ വോട്ടാണത്. സത്യം പറയണം, നീ എന്റെ ചേട്ടൻ വോട്ട് ചെയ്താ? പറയണേട്ടാ, ഇങ്ങോട്ട് നോക്ക്. നിനക്കെന്താ 3 വോട്ടാ? അല്ല, ഇത് വോട്ടുള്ളത്. ഇത് 3 എന്റെ ഭാര്യ വാതിലടെ വെച്ച് ഞെരിക്കുന്നു. വേണോടാ, നിനക്ക് വേണം. നീ എന്റെ ചേട്ടന് വോട്ട് ചെയ്തില്ല. അത് എന്റെ കുഴപ്പമല്ല, പിന്നെ ചേട്ടന്റെ ചിഹ്നത്തിന്റെ കുഴപ്പമാണ്. എന്റെ ചേട്ടന്റെ ചിഹ്നത്തിന് എന്താണ് കുഴപ്പം? മൺവെട്ടിക്ക് എന്തോന്ന് കുഴപ്പം? പണസാധനം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വെറുപ്പാണ്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയെന്ന് എന്തൊക്കെ പറഞ്ഞാലും എന്റെ ചേട്ടൻ പാവോലടാ. ഇപ്പൊ എന്റെ ചേട്ടന്റെ അവസ്ഥ നിനക്ക് അറിയാമോ? എന്താണ് അവസ്ഥ? പഞ്ചായത്തില് റിസൾട്ട് വരുന്നതിന് മുമ്പ് വരെ ചിരിച്ചുകൊണ്ട് നിന്ന മനുഷ്യൻ ഇപ്പൊ ചിരി ബ്ലോക്ക് ആയിട്ട് നിൽക്കുവാണ്. അതെങ്ങനെ ശരിയാവും? പഞ്ചായത്ത് മത്സരിച്ച് പിന്നെ ഇങ്ങനെ ബ്ലോക്കിൽ ചിരിച്ചോണ്ടിരിക്കുന്നത്. ചിരിച്ചോണ്ട് നിൽക്കണമെന്നല്ല പറഞ്ഞത്. നീയൊക്കെ എന്തോ പറഞ്ഞത്? ആളുകളെ കാണുമ്പോ ചിരിക്കാൻ കയ്യാട്ട അങ്ങനെ ചിരിച്ചും കയ്യാട്ടി ഇപ്പൊ കയ്യാട്ടി ചിരിച്ച് ബ്ലോക്ക് ആയിട്ട് ഇപ്പൊ വീട്ടിനകത്ത് ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാ എന്റെ ചേട്ടന് ചിരിയും കയ്യാട്ടൊക്കെ നിർത്താൻ പറ്റണില്ല. എപ്പോ വന്നടാ? കുറച്ചു നേരമായി. ചേട്ടാ, നമ്മള് തോറ്റ്. അതെനിക്കറിയാടാ. 8 നിലയിൽ പൊട്ടിയെന്ന്. അതെനിക്കറിയാടാ. ചിരിക്കല്ല വേണ്ടത്, കരയാണ് ചെയ്യേണ്ടത്. ഉള്ളിൽ കരയുന്നുണ്ടടാ, പുറത്ത് മത്തിരിയുള്ളൂ. ഇതെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ? ക്ലീറ്റസിന്റെ അപ്പൂപ്പ മരിച്ചില്ലേ? ജഡവും കൊണ്ട് മക്കളും ബന്ധുക്കളും ഇതുവഴി പോയപ്പോ ഇങ്ങനെ ആ മതിലിന്റെ അവിടെ ചെന്ന് നിന്നാണ്ട് ഇതുപോലെ കാണിക്കുന്നു. എന്റെ പൊന്നെ, ചിരിച്ചല്ല കാണിക്കേണ്ടത്, കരയല്ലേ ചെയ്യേണ്ടത്. ഉള്ളിൽ ഞാൻ കരഞ്ഞടാ, പുറത്ത് മത്തിരിയുള്ളൂ. എന്നിട്ട് ആ ബന്ധുക്കൾ എന്തുമാത്രം തെറിയെന്നറിയാമോ
വിളിച്ചു കൂട്ടിയത്. ആ ബോഡി മാത്രം ഉണ്ട് തെറി വിളിക്കാത്തത്. ഇത് മാത്രോ? നീ ആ മതിൽ നോക്കിയാണ് ആ മതിൽ കെട്ടിപ്പൊക്കണത്. അതെന്തിനു കെട്ടിപ്പൊക്കണേന്നാ? അപ്പുറത്തെ വീട്ടിലെ ഗീതയെ നോക്കി 24 മണിക്കൂർ ഇങ്ങനെ വളയ്ക്കാൻ നോക്കണം മാപ്പിള കെട്ടിപ്പൊക്കണത്. എനിക്ക് വയ്യ, എന്ത് കഷ്ടമെന്ന് ആലോചിക്കുകയാണ്. എന്ത് കഷ്ടം. ഇനി നീയൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചത്. ഇതിന് നീയൊക്കെ തന്നെ ഒരു തീർപ്പുണ്ടാക്കി താ. ഞാൻ എന്തോ ചെയ്യണമെന്ന് പറ. ജയിക്ക് എടുക്കുന്ന കേസേ ഉള്ളു, വേറൊന്നും അല്ല. ഇതൊക്കെ ഞാൻ കൊറേ നോക്കിയതാണ്. ഒരു കാര്യം ചെയ്യോ, എണ്ണ കേട്ടോ, എണ്ണ എടുത്ത് ദേഹം മൊത്തം അങ്ങ് പെരട്ടണം. എന്നിട്ട് അടുപ്പിൽ കൊണ്ട് ചൂടാക്കി എടുക്കാം. ഒരു കാര്യം ചെയ്യാം, മൂട്ടി കൂടെ ഒരു കമ്പി കൂടെ കെട്ടി കിടക്കാണ്. അൽഫാമായത്. അത് വേണ്ടേ, അത് വേണ്ട. സൈലന്റാക്കി വെച്ചിരുന്ന ഹലോ, ലോജിക്ക്. ആ മനസ്സിലായി. അത് തന്നെ. അതുവഴി വരുമ്പോ ആ വളവ് കഴിയുമ്പോ അത് തന്നെ, വളവ് കഴിഞ്ഞ് വരുമ്പോ സുഗുണന്റെ വീട് എവിടെയെന്ന് ചോദിച്ചാ മതി. 2 സുഗുണൻ, തോറ്റ സുഗുണന്റെ വീട്. അത് തന്നെ, ആ വീട്. അവിടെ ഒരു നീല ഗേറ്റ് ഉണ്ട്. അത് തന്നെ. അതുവഴി വന്നാ മതി. ഓ ശരി. ഇതാര് വിളിച്ചത്? ആര് വിളിച്ചത്? മെനിങ്ങാൻ എന്റെ അപ്പച്ചീനെ മോൻ വന്ന് ഇങ്ങേരുടെ അവസ്ഥ കണ്ടിട്ടേ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേരിപ്പ വരും. എന്തിനാ ഫിസിയോതെറാപ്പിസ്റ്റിലേക്ക് വിളിക്കാൻ പോയത്? നല്ല ആയുർവേദം ഉണ്ടായിരുന്നില്ല, നമുക്ക് അങ്ങോട്ട് കൊണ്ട് പോകാറുന്നില്ല. എന്താ ഓണാഘോഷം നടക്കണം ഈ ഫ്ലോട്ടിനെയും കൊണ്ട് ഞാൻ റോഡിൽ കൂടെ നടന്ന് പോവാൻ. അത് ശരിയാണ് കേട്ടോ, എന്റെ ചെറുക്കനെ കൊണ്ടുവരാൻ നന്നായി. ഈ കീ കൊടുക്കണ പാവന് വേണോന്ന് പറഞ്ഞ അയാൾ വരണം തോന്നുന്നു. നമസ്കാരം. പ്രശസ്ത ഫിസിയോതെറാപ്പിസ്റ്റ് സെബാസ്റ്റ്യൻ അകത്തുമുറി. ഗണേശൻ സിറ്റ് ഔട്ട്. നിങ്ങൾ പറഞ്ഞു, ഞാൻ കിടക്കണം, ഞാൻ പറഞ്ഞു. അങ്ങനെയായിരുന്നല്ലേ. വരുന്ന വഴിക്കൊരു ഞെട്ടിക്കൽ ബിരിയാണി കഴിച്ചു. അതിന്റെ പേടിച്ചുപോയി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഭർത്താവല്ലേ? എന്റെ ഭർത്താവ്. ഇലക്ഷന് തോറ്റതിന് ശേഷം ചിരി നിർത്തുന്നില്ല, കയ്യാട്ടൽ നിർത്തുന്നില്ല. ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇതിനെ ഒരു 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരും. എനിക്കിങ്ങനെ കാലങ്ങളായിട്ട് ചികിത്സിക്കുന്ന പരിപാടിയൊന്നുമില്ല. 10 മിനിറ്റേ ഉള്ളൂ ഡ്യൂറേഷൻ. ഇല്ലെങ്കിൽ സാറ് കട്ട് ചെയ്യും. ഓക്കെ, ഇദ്ദേഹത്തിന്റെ അസുഖത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിപ്പീറ്റഡ് മാനറിസം ഇൻ ന്യൂറോ വെർട്ടിക്കൽ മസിൽസ് ഓഫ് സ്മൈൽ ആൻഡ് ഹാൻഡ് ഷേക്ക്. എന്തുവായിരുന്നു അസുഖത്തിന്റെ പേര്? അത് ഞെട്ടലിൽ തെറിച്ചു പോയി. ഇനി പറയേണ്ട കാര്യമുണ്ടോ? ഡ്യൂറേഷൻ കൂട്ടണ്ട, കാര്യം നടക്കട്ടെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ മസിൽസുകൾ വെയിനിലും തലച്ചോറിലും ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ സ്ട്രക്ക് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ മെസപ്പൊട്ടോമിയയുടെ അന്തർധാരകളിലൂടെ അമ്പരച്ചുമ്പുകളായ കെട്ടിടങ്ങൾക്കിടയിൽ സഞ്ചരിച്ചു ഒരു ചത്തുരത്തിന്റെ നടുവിൽ ഒരു പെൺകുട്ടിയിരുന്നൊരു നെല്ലി സഞ്ചാരം ഉണ്ടാക്കാൻ വന്നതാണ്. നിങ്ങളെ ഹിപ്പോപ്പൊട്ടാമസിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടിടും കേട്ടാ. മര്യാദക്ക് ചികിത്സ റെഡിയാക്കാത്തത് അതെന്താ ശരിയാക്കാമെന്നല്ലേ ഞാൻ അത് പറയാ അങ്ങോട്ട്. ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്തായിരുന്നു. ഇലക്ട്രിക്കൽ കറണ്ട് ബില്ല് കാണിച്ചായിരുന്നു. കറണ്ട് ബില്ല് കാണിച്ച് 7550 രൂപ ബില്ല്. എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. 1250 രൂപ. ഏത് ചിരിച്ചിരിക്കണം മനുഷ്യനും കരയുന്ന കറണ്ട് ബില്ല് കാണും. അത് കണ്ടിട്ട് സീരിയൽ കാണിച്ചായിരുന്നു. സീരിയൽ കാണിച്ച്, പക്ഷെ എന്നിട്ട് ഇപ്പൊ സീരിയൽ കണ്ടിട്ട് ഒരു മാറ്റമില്ല. ഇപ്പൊ അത് മാത്രം കണ്ടോണ്ടിരിക്കുക. എന്നിട്ട് തിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ കരയണം. കോമഡി മാസ്റ്റേഴ്സിൽ ലാൽബാബുവിന്റെ സ്കിറ്റ് കാണിച്ചായിരുന്നു. കാണിച്ചിട്ടില്ല. ഒന്ന് കാണിച്ചു നോക്കണം, ചിലപ്പോ ഫലം ചെയ്യും. പെട്ടെന്ന് കരയാനാണ്. അനീഷിന്റെ അക്ഷര സ്കിറ്റാണ്. അപ്പൊ നമുക്കൊരു കാര്യം, അതായത് മെസ്സപ്പൊട്ടമേ പിടിക്കണ്ട. നമുക്ക് ചാനയിൽ നിന്ന് ഞാനൊരു 50 രൂപയ്ക്ക് മേടിച്ചൊരു ഉപകരണമുണ്ട്. അതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ മസിൽസുകൾ ലൂസ് ആകാൻ വേണ്ടിയിട്ട് ഹൈദരാബാദിലെ ലബോറട്ടറിയിൽ വിളിച്ച് പറഞ്ഞതിന് ശേഷം കുറച്ച് വില കൂടിയ ഒരു മെഡിസിൻ അവരെനിക്ക് തന്നു വിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുക്കും, നമുക്കിത് അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കാം കേട്ടോ. ഒന്ന് വായ തുറക്കണം കേട്ടോ. ഗുളിക എവിടെ പോയി? 16,000 രൂപയുടെ സാധനമാണ് തെറിച്ചു. കുഴപ്പമില്ല, നാളെ തൂത്തുവരമ്പ് എടുത്ത് കൊടുത്താൽ മതിയാ. തൂത്തുവരമ്പ് കൊടുക്കാൻ എലിക്കാട്ടോ അല്ല ഗുളിയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചാനയിലെ ചികിത്സയിലേക്ക് തന്നെ പോകാം. മനുഷ്യനും എന്തെങ്കിലും ഒന്ന് ചെയ്ത് നേരെ ധൈര്യമായിട്ടിരിക്കും. നാളെ കല്യാണത്തിന് പോവുള്ളൂ. പിന്നെ ഏതൊരു മനുഷ്യന്റെ ശരീരത്തിലും വികാരം ഉൾപ്പെടുത്തുന്ന അല്ലെ ഉണ്ടാക്കുന്ന ഒരു ഉപകരണമാണ് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഇപ്പോൾ വികാരത്തിന് അടിമപ്പെട്ട് ഞാൻ കാണിച്ചു തരാൻ നോക്കി. കണ്ടോ കണ്ടോ, ഇത്രയേ ഉള്ളൂ. ദേഷ്യം വന്നു. മമ ഇനിയും മമ ഇനിയും മമ ഇനിയും നടക്കൂല.
ഇത് 10 മിനിറ്റ് അരമണിക്കൂർ നടക്കൂ സാറേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്തെങ്കിലും ഒന്നൊരു പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോകുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. അതിനുള്ള മറുമരുന്നുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തുവാ? ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഉണ്ടായ ഷോക്കിനെ നമ്മൾ മാറ്റിയെടുക്കണം. അതിന് ഞാൻ കുട്ടിയെ കയറി പിടിക്കുന്നു. എവിടെ കാണും പിടിച്ചിട്ട്? എന്റെ സാറിന്റെ ഭാര്യ കയറി പിടിച്ച് എവിടെ കാണും? നീ എന്താണ് ഉദ്ദേശിക്കണെന്ന് പറ. ഇതാരെന്ന് പറഞ്ഞത്? ഇത് അനുയായി. അന്യായല്ലേ? യവൻ കാരണമാണ് അങ്ങനെ തോറ്റത്. ഉദ്ദേശിക്കണെന്ന് പറ. പറയുന്ന മനസ്സിലാക്കുക. അതായത് അദ്ദേഹത്തിന് ഒരു മറുഷോക്ക് വേണം, അദ്ദേഹത്തിന്റെ മനസ്സിനൊരു മാറ്റം വേണം. അതായത് ഇതിന്റെ പെങ്ങളെ പോലെയാണ് കാണുന്നത്. മനസ്സിലായി. എടാ ഫിസിയോതെറാപ്പിസ്റ്റ് സെബാസ്റ്റ്യൻ അകത്തൂറി വെറും കൂറല്ല കേട്ടാ, നീ മനസ്സിലാക്കണം കേട്ടോ. ഒരു കാര്യം പറയുമ്പോ കൊടനാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ പെങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഭർത്താവിനൊരു ഷോക്ക് വേണം. ഞാൻ നിങ്ങളെ കയറി പിടിക്കുന്നു, ഇവനെ അടിച്ച് അവശനാക്കുന്നു. ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയെ കയറി പിടിക്കുന്നത് കണ്ടാ നോക്കി നിൽക്കുവോ? തിരിച്ചോട്ട് നിൽക്കുവോ? കൈവക്കും അറഞ്ഞാ പുറഞ്ഞ എന്നോട് പാട്ടി അടിക്കണ മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവം? നമ്മൾ ചികിത്സ വിജയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. നീ നിലവിളിച്ചോ, അവശനായി കിടന്ന് നിലവിളിച്ചോ, കുട്ടിയെ അലറി വിളിച്ചോ. നട്ടലുള്ള ആളാണെങ്കിൽ സ്വന്തം ഭാര്യയെ കയറി പിടിക്കുമ്പോ കൈവക്കി അടിയടാ. എന്റെ ഭാര്യയെ നീ മതി മതി എന്റെ മതി മതി. അസുഖം മാറി, കൈയടങ്ങി, ചിരി പോയി, ശരിയായി ശരിയായി. ശരിയായി എല്ലാം ഓക്കെ. ശരിയായി. ഇതാരും റെഡിയാക്കിയത്? ഇതാരും റെഡിയാക്കിയത്? ഇതാരും റെഡിയാക്കി? തെറാപ്പിസ്റ്റിന്റെ ഐഡിയ ആണ്. തെറാപ്പി തെറാപ്പി അകത്തുമുറി ഫിസിയോ തെറാപ്പി ഫിസിയോ അകത്തുമുറി തെറാപ്പി ഫിസിയോ അനങ്ങുന്നില്ല. തെറാപ്പി അനങ്ങുന്നില്ല. ഈ സിറ്റുവേഷൻ ഞാൻ എന്താ സ്പർശം കൊടുക്കും? കരയണോ ചിരിക്കണോ? ഫിസിയോതെറാപ്പി എണീറ്റ നമുക്ക് ചിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കരയാം. Welcome back to Cutie the Beauty So Presents Comedy Masters powered by Amrtaveni Lice Kit co-powered by Rajakumari Group. അപ്പോൾ ഇനി വരുന്നത് ഒരു മണി സ്കിറ്റാണ്. ഈ മണി സ്കിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാറ്ററി ഒക്കെ ചാർജ് കയറും. പക്ഷേ ഈ ബാറ്ററി ചാർജ് കയറണമെങ്കിൽ നമ്മൾ ചിരിക്കണം. ചിരിക്കുന്നതിനനുസരിച്ചായിരിക്കും ബാറ്ററിയുടെ ലെവൽ കയറുന്നത്. നിങ്ങളുടെ സിനിമ എന്തായാലും ആഘോഷമായിട്ട് പോവാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ആഘോഷം എന്ന് പറയുന്നത് എന്നാ ഇനോഗ്രേഷൻസ് ആണ്. ഉദ്ഘാടനങ്ങളാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആഘോഷിക്കുന്നത്. അതും ഒരു സിനിമാ നടൻ വന്ന് അത് ഉദ്ഘാടിക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഗംഭീരമായിരിക്കില്ലേ? ചേച്ചി ഒരു സിനിമാ നടൻ വരാൻ പോവാ. ആണോ? നമ്മുടെ ഷജീർ ഇല്ലേ? ഷജീർ വരാൻ പോവാ ഇങ്ങോട്ട്. ഒരു ഇനോഗ്രേഷന്റെ ഷജീർ ആണ് വരാൻ പോകുന്നത്. ഒപ്പം വിഷ്ണുപ്രിയയും സുബിനും ഉണ്ട്. വീട്ടിലായിരിക്കില്ലേ ഇനോഗ്രേഷൻ? അങ്ങനെയുണ്ടെങ്കിൽ ആ ബാറ്ററി ഒന്ന് ചാർജ് ആക്കാനുള്ള സ്വിച്ച് ഒന്നിട്ടേ. ബാറ്ററി ഓൺ ആയോ? ഇനി ചിരിക്കാനുള്ള നമ്മുടെ സ്വിച്ച് ഓൺ ആക്കാം. സ്കിറ്റ് കാണാം. വിളിച്ചവരും വന്നിട്ടുണ്ട്, വിളിക്കാത്തവരും വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ റോക്കറ്റ് ശർമ്മ ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേരാൻ പോവുകയാണ്.
മിമിക്രി വേദികളുടെ മലയാള സിനിമയിലെത്തി നിരവധി കഥാപാത്രങ്ങളുടെ നമ്മുടെ സൂപ്പർ സ്റ്റാറായി മാറിയ റോക്കറ്റ് ശർമ്മ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ ഈ കംഫർട്ട് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുവാനായി എത്തുന്നതാണ്. എടി പോക്കറ്റ് ശർമ്മ അല്ല, റോക്കറ്റ് ശർമ്മ. എടി ഇപ്പൊ തന്നെ വരൂ. ഇത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കംഫർട്ട് സ്റ്റേഷനൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പുള്ളിയൊക്കെ വരുവോ? വരൂല. വിളിച്ചു വരുത്തിയത് ഞാൻ ആരുടെയാ മോൻ? നാട്ടുകാർക്ക് മാത്രം ഇത്രയും കാലം സംശയം ഉണ്ട്, ഇപ്പൊ പുള്ളിക്കും തുടങ്ങി സംശയം. എടി അതല്ലടി, ഇതുപോലൊരു കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിലേക്ക് ഏതെങ്കിലും സൂപ്പർ സ്റ്റാറുകൾ വരുമോ? അതാ ഞാനും ആലോചിക്കണം, വരുവോ? അത് കാരണേ കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനം എന്നല്ല പറഞ്ഞേക്കണത്, ഒരു പെർഫ്യൂം കടയുടെ ഉദ്ഘാടനം എന്നാണ് പറഞ്ഞേക്കണത്. അതുകൊണ്ട് 2 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു, എഗ്രിമെന്റും ചെയ്ത്. പുള്ളി വന്നു കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരുമല്ലോ, അപ്പൊ പുള്ളിക്ക് ഉദ്ഘാടനം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് തഞ്ചത്തിലും തരത്തിലൊക്കെ നിന്ന് അങ്ങ് ഉദ്ഘാടനം ചെയ്യിച്ച് വിടുക. നീ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സ്ഥാപനത്തിന്റെ പരസ്യം ഒന്ന് അനൗൺസ്മെന്റ് നോട്ടീസ് എടുക്കുക. ചുങ്കക്കര നിവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രയാസം ഞങ്ങളുടെ സന്തോഷം. ഹൈടെക് കംഫർട്ട് സ്റ്റേഷൻ. ഹൈടെക് കംഫർട്ട് സ്റ്റേഷൻ. നിങ്ങളുടെ കംഫർട്ടാണ് ഞങ്ങളുടെ കംഫർട്ട്. കംഫർട്ട് ആയിരിക്കാൻ ഹൈടെക് കംഫർട്ട് സ്റ്റേഷൻ. ഹൈടെക് കംഫർട്ട് സ്റ്റേഷൻ. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത ചൂടുവെള്ളം, തണുത്ത വെള്ളം, ടിഷ്യൂ പേപ്പർ, 24x7 വൈഫൈ കണക്ഷൻ, കൂടാതെ ഗൂഗിൾ പേ സർവീസും ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങളുടെ കംഫർട്ട് സ്റ്റേഷനിൽ നേരത്തെ ബുക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങളുടെ സ്ഥാപനം ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലേ സ്റ്റോറിൽ പോവുക, ബുക്ക് മൈ ടോയ്ലറ്റ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ദിവസം 1 പോയാൽ 2 ഫ്രീ. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കസ്റ്റമർ കെയറുമായി സംസാരിക്കാൻ വിളിക്കേണ്ട നമ്പർ 121212. അല്ല, 1212 എന്ന് പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞതല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ 24 മണിക്കൂറും വൈഫൈ കണക്ഷൻ കൊടുക്കേണ്ട കാര്യം എന്താണ് ഈ ബാത്റൂമിൽ? എടി പണ്ടൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ നമ്മൾ ആൾക്കാർ ടോയ്ലറ്റിൽ പോകുമ്പോൾ കയ്യിലൊരു ബീഡിയൊക്കെ ഉണ്ടാവും മരിക്കോട്ട്. ഇപ്പൊ ആൾക്കാർ ടോയ്ലറ്റിൽ പോകുമ്പോൾ മൊബൈലല്ലേ, ഫുൾ ടൈം യൂസ് ചെയ്യട്ടെ. സിനിമ നടൻ റോക്കറ്റ് ശർമ്മ. അയ്യോ നമസ്കാരം. അല്ല, ഞാൻ ഷെയ്ക്കൻ്റെ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല, എനിക്ക് താല്പര്യമില്ലാത്ത. ഞാനാണ് ഇതിന്റെ ഓണർ. എന്താ സാറേ ഇവരൊക്കെ ആരാ വിളിച്ചുകൂടെ? ആരാ വിളിച്ച? ഇവരൊക്കെ ആരാ വിളിച്ചത്? ഞങ്ങൾക്കറിയാൻ പാടില്ല. ഇവരൊക്കെ വരുന്നുള്ള കാര്യം പറഞ്ഞിരുന്നു, ഞാൻ അവിടെ വരില്ലായിരുന്നല്ല. അല്ല, ഞങ്ങളുടെ ആഘോഷത്തിന് ഇവരുടെ ഈ ഇരിക്കുന്ന ടീമുണ്ടല്ലോ, ഇവരൊരു ഉഗ്രൻ ചതി ചെയ്ത ടീമാണ് ഇവര്. ഇവരൊരു സിനിമ ചെയ്തായിരുന്നു ഈ അടുത്തേ. ആ പടത്തിന്റെ പേരെന്നറിയുമോ? വിഷാദം. ഞാൻ ആ സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡയറക്ടർ കട്ട് പറഞ്ഞു. എന്നിട്ട് ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി അവിടെ മാറുന്നൊരു വലിയ ചർച്ച. എന്നിട്ട് എന്റെ ക്യാരവാനിൽ കൊണ്ടുപോകുന്നു, എന്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റുന്നു, എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നു. എന്നിട്ട് ആഘോഷം എന്ന പേരിൽ ആ സിനിമ ഇറക്കി. ചേട്ടൻ അതിനകത്ത് അഭിനയിക്കാൻ വന്നോണ്ടാണ് അവർ വിഷാദം എന്ന് പേരിട്ടത്. ചേട്ടന്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോഴേ അവരത് ആഘോഷിച്ചു. അങ്ങനെയല്ല നിങ്ങളുടെ സിനിമക്ക് ആഘോഷം എന്ന് പേര് കുഴപ്പമില്ല 2 മിനിറ്റ് പരിപാടിയുള്ളൂ. അതെ, പെട്ടെന്ന് വേണം, എന്നിട്ട് വേണം എന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി എനിക്ക് പോവാൻ. അല്ല സാർ, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സാർ 2 വാക്ക് സംസാരിച്ചിട്ട് നമുക്ക് ഉദ്ഘാടനത്തിലേക്ക്. ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. 2 വാക്ക്. മോനെ ഒന്ന് മോനെ ലാഗടിക്കാണ്ട് വാ. എന്റെ മേക്കപ്പ് മാനെ പൊതുവേ ലാഗാണ്. എല്ലാവർക്കും നമസ്കാരം. ഹലോ കോച്ചൻ, എന്റെ ഞാൻ ആക്കി മാറ്റിയ എന്റെ എല്ലാ ഫാൻസിനും ഇന്ന് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സ്ഥാപനത്തിനാണ് ഉദ്ഘാടനം എന്നറിഞ്ഞപ്പോൾ എന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന തെന്നിന്ത്യൻ നായകൻ എന്റെ അടുത്ത് പറഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ആരും അനുവാദം ചോദിക്കാണ്ട് കുറച്ച് ഞാൻ പൊതിഞ്ഞെടുക്കുവേ. പെർഫ്യൂം. അത് മാത്രമല്ല, ഇവിടെ വെച്ച് എല്ലാ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു വാഗ്ദാനം തരികയാണ്. നിങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ പെർഫ്യൂം കടയുടെ. അത് മാത്രമല്ല, ഇതിന്റെ ഒരു ബ്രാഞ്ച് ദുബായിൽ തുടങ്ങിയാലോ എന്നൊരു ആലോചന. അല്ല, ദുബായിലൊക്കെ ഇത് പോവോ? ദുബായിലും എല്ലായിടത്തും പോകുന്ന ഒരു ഐറ്റമാണിത്. എന്ത് പെർഫ്യൂം? അത് മാത്രമല്ല, ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ അമ്മാവന്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അമ്മാവന്റെ മുഖം? ആ, അമ്മാവൻ വർഷങ്ങളായിട്ട് ദുബായിലായിരുന്നേ.
വർഷാവർഷം നാട്ടിലേക്ക് വരുമ്പോൾ ഒരു വലിയ പെട്ടി കൊണ്ടുവരും. ആ പെട്ടി പൊട്ടിക്കുന്നത് ആകാംക്ഷയോടുകൂടി ഞങ്ങൾ നോക്കി നിൽക്കും. ആ പെട്ടി നിറച്ചും ഇതാണ് എക്സാക്ട്ലി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പെർഫ്യൂം കട എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാനിത് ചെയ്യും. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാനിത് എങ്ങനെ ഉദ്ഘാടനം ചെയ്യേണ്ടത്? പെർഫ്യൂം അടിച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്? അങ്ങനെയല്ല, നമ്മള് ഇതെന്നു ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉദ്ഘാടനം ചെയ്തു എന്ന് മൈക്കി കിട പറഞ്ഞാ മതി. നാട് എവിടെയാ? ഇത് തന്നെ ഞങ്ങളുടെ നാട്, അത് മനസ്സിലായില്ലേ? അതല്ല, പിന്നെ വെടിവെക്കണം. അതല്ല മറ്റേ ഈ റിബണൊക്കെ വെച്ച് കട്ട് ചെയ്യൂലേ? നാട് എവിടെ? നാടൻ മുറിക്കൊന്നും വേണ്ട സാറ് ഇതിക്കിടെ ഒന്ന് അനൗൺസ്മെന്റ് ചെയ്താൽ ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. അനൗൺസ്മെന്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയല്ലേ? അല്ല, അതിനു മുമ്പ് ഈ സ്ഥാപനത്തിലേക്ക് ഒന്ന് കയറണ്ടേ? അല്ല, സ്ഥാപനത്തിൽ ഒന്ന് കയറി മൊത്തം ഒന്ന് കണ്ടു വന്നതിന് ശേഷം അല്ല, അങ്ങനെയല്ല. ഞാൻ പൊതുവെ എന്ത് ഉദ്ഘാടനത്തിന് പോയാലും ഒന്ന് പൊതുവെ ഒന്ന് അതിനകത്തേക്ക് കയറി ഒന്ന് വിശാലമായി കണ്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്നിട്ടൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് കയറി കാണാം. 2 ലക്ഷം രൂപ എനിക്കാണ് അഡ്വാൻസ് നിങ്ങൾ തന്നത്. അപ്പൊ ഒരു സിനിമ നടനായ എന്റെ വാക്കുകളാണ് നിങ്ങൾ നോക്കേണ്ടത്. എന്നാ പിന്നെ സാറ് കേറുമ്പോഴേ തല മുട്ടരുത്. ആ തല മുട്ടാണ്ട് പതിയെ നോക്കാണ്ട് അങ്ങനെ കേറിയാ മതി. അതെ, നിങ്ങൾ വരുന്നില്ലേ? അല്ല സാറേ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ക്യാബിനാണേ. പ്രീമിയർ കൗണ്ടർ ആണല്ലേ? അതെ അതെ അതെ. ആരെങ്കിലും മാറും? ഇല്ല, ഒരാൾക്കുള്ള ഫെസിലിറ്റി ഉള്ളൂ. ഫെസിലിറ്റി ഇല്ല. ഫോട്ടോഗ്രാഫർ ഉണ്ടോ? അല്ല, ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യണത് പുള്ളി ഒന്ന് ക്ലോസപ്പ് ആയിട്ട് എടുത്തോട്ടെ. അയാൾക്ക് എന്തോ മനസ്സിലായി എന്ന് പറയുന്നത് ക്ലോസറ്റ് ഇപ്പൊ എടുക്കട്ടെ. ക്ലോസപ്പായിട്ട് ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞത്. ക്യാമറമാൻ വന്നിട്ടില്ല. ഓൺലൈൻ മീഡിയക്കാർ വന്നിട്ടുണ്ടോ? അതായത് ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യണ വീഡിയോ എടുത്തിട്ട് നാളെ ഒരു തലക്കെട്ടോടുകൂടി വെക്കാലോ, സൂപ്പർ സ്റ്റാർ ഉദ്ഘാടനം ചെയ്തത് കണ്ടോ? അവരൊന്നുമില്ല സാർ, അതുകൊണ്ടേ ഉദ്ഘാടനം ചെയ്തു എന്നൊന്ന് പറഞ്ഞു ഉദ്ഘാടനം ചെയ്താൽ മതി. ഇതിനകത്ത് കയറേണ്ട ചുമ്മാ ഒരു ഉദ്ഘാടനം പറഞ്ഞാൽ സമയമില്ല, എനിക്ക് സിനിമയുടെ പ്രൊമോഷനുള്ള. പ്രിയമുള്ളവരെ, അപ്പൊ എന്തായാലും ഈ പെർഫ്യൂം കടയുടെ ഉദ്ഘാടനം ഞാൻ ചെയ്തു. പെർഫ്യൂം നമ്മൾ മാറ്റി പറയാൻ പറ്റും? സുഗന്ധദ്രവ്യ കട അതൊന്ന് മാറ്റി പറയാൻ പറ്റും? സെന്റ് കട അതൊന്ന് മാറ്റി പറയാൻ പറ്റും? അത്തറ് കട. ഈ കംഫർട്ട് സ്റ്റേഷൻ എന്നൊന്ന് പറയാൻ പറ്റും? എടോ, കംഫർട്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മൂത്രപ്പുര എന്നാണ്. അങ്ങനെ പറഞ്ഞൊരു മനുഷ്യൻ കയറൂല. പെർഫ്യൂം കട എന്ന് പറയൂ, ആളുകളൊക്കെ കയറും. തെറ്റി. പെർഫ്യൂം കട എന്ന് പറഞ്ഞ ആള് കയറില്ല, മൂത്രപ്പുര എന്ന് പറഞ്ഞ ആള് കയറും. അതങ്ങനെ? അത് ഈ ചേട്ടൻ സാറിനെ പറ്റിച്ചതാണ്. ഞങ്ങള് കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിനെ വിളിച്ചത്. ട്യൂബിന് പോലുള്ള സ്ഥലമാണത്. അതല്ല, ഇതൊരുമാതിരി നാറ്റക്കേസായി പോയിട്ടോ. നാട്ടുകാർക്ക് നാറ്റക്കേസ് ആവാതിരിക്കണം ഞങ്ങൾ തുടങ്ങിയത്. ഇത് ഞാൻ സമ്മതിക്കൂല, ഇത് സമ്മതിക്കൂല. നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാൻ പാടില്ല. നിങ്ങളൊന്ന് വെളിക്കിറങ്ങി നോക്ക്. അങ്ങനെ ഇരിക്കാതിരിക്കാനല്ലേ ഇത് പടുത്തിട്ടേക്കണത്? അതല്ലെന്ന്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്ക്. റോഡിന്റെ 4 മൂലയിലും എന്റെ ഫോട്ടോ വെച്ച ഫ്ലെക്സ് കാണാം. സാറ് ഇതിന്റെ അകത്ത് കയറി നോക്ക്. ഇതിന്റെ ഡോറി വരെ സാറിന്റെ ഫ്ലെക്സ് അല്ലേ? എന്താ സാറേ നിങ്ങൾ എന്നെ ഇൻസൾട്ട് ആക്കി, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. സിനിമ ദേ ഈ നിൽക്കുന്ന ആഘോഷക്കാരും ഈ നിൽക്കുന്ന മൂത്രപ്പുര ടീമും കൂടി എന്നെ ചതിച്ചതാണ് മനഃപൂർവ്വം. മലയാള സിനിമയിൽ നിന്നും എന്നെ ഒതുക്കാനുള്ള ഗൂഢാലോചന. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യില്ല. ഉദ്ഘാടനം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാരണം 2 ലക്ഷം രൂപ മേടിച്ച് എഗ്രിമെന്റ് ചെയ്താണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കോടതിയിൽ കാണാം. ഇനി കോടതിയിൽ വെച്ച് കാണാം മോനെ. ഇനിയാണ് എന്റെ ഷോ. സാധാരണ ഞങ്ങൾ സിനിമയിലേക്ക് ഇങ്ങനെ മാസ് ഡയലോഗ് പറഞ്ഞാൽ സ്ലോ മോഷനിൽ പോകും. പതിവില്ലാത്ത ഒരു ജിഞ്ചലങ്കം. എന്താ സാറേ ഉദ്ഘാടനം ചെയ്യാൻ കേട്ടോ? വേണ്ട വേണ്ട വേണ്ട, ഉദ്ഘാടനം ചെയ്യാൻ അതിന്റെ ആവശ്യമില്ല സാറ്. അല്ല, ഞാൻ എന്തായാലും ഇവിടെ വന്ന സ്ഥിതി ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ സാറേ? അതെ, ലൊക്കേഷൻ കഴിച്ച ഫുഡിന്റെ ആണെന്ന് തോന്നുന്നു. വയറിന് ചെറിയൊരു ഇളക്കമുണ്ട്. അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്ക് രാഹുകാലം കഴിയാറായി. രാഹുകാലം ഇപ്പൊ തന്നെ തീരും. ഇപ്പൊ തീരും. ഒറ്റ മിനിറ്റ്. ഇതുപോലൊരു ഉദ്ഘാടന കൊതി എന്നെ. പ്രിയമുള്ളവരെ, നമ്മുടെ സൂപ്പർ സ്റ്റാറായ നമ്മുടെ സൂപ്പർ സ്റ്റാർ റോക്കറ്റ് ശർമ്മ ഇതാ നമ്മുടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നല്ലൊരു കൈയോടോട് കൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു മ്യൂസിക് ഇട്ട് കൊടുത്തു. ഉദ്ഘാടനം ചെയ്തു. വേണമെന്നില്ല. ഉദ്ഘാടനം ചെയ്തു കേട്ടോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. അല്ല, 2 സ്റ്റാറും കൂടി ചെയ്തിട്ട് പോവാം. അല്ല, എഗ്രിമെന്റിൽ ഉദ്ഘാടനം ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ. സ്റ്റാർ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഇല്ല, സ്റ്റാർ ചെയ്യുമായിരുന്നല്ലോ മുന്നേ. അത് പണ്ട് ചെയ്ത സാധനങ്ങളല്ല, ഇപ്പൊ ഞാൻ ചെയ്യൂലത്. ഉദ്ഘാടനം ചെയ്തോ ഞാൻ? ഇല്ലല്ല, 1 സ്റ്റാറൂല 2 സ്റ്റാറൂല. ഉദ്ഘാടനം ചെയ്ത സ്ഥിതിക്ക് ഞാൻ പോവാണ്. ഈ വക പരിപാടിക്ക് എന്നെ വിളിക്കണ്ട. ഈ പോയിട്ടോ
അങ്ങാട് പോ. സ്റ്റാർ ചെയ്യാം. സ്റ്റാർ ചെയ്യാൻ എഗ്രിമെന്റിൽ ഇല്ല. എഗ്രിമെന്റിൽ ഇല്ല. ആര് പറഞ്ഞു? ഞാൻ എഗ്രിമെന്റിൽ ഒപ്പിട്ടില്ലേ? അതിന്റെ താഴെ 2 സ്റ്റാർ ഇട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞ 2 സ്റ്റാർ. അത് ഞാൻ വെടിക്കെട്ട് വെക്ക്. പറയല്ലേ? വെടിക്കെട്ടൊന്നും ഈ സമയത്ത് പറയല്ലേ? അതൊന്നും ചെയ്യാൻ പറ്റൂല. വേറെ എന്തെങ്കിലും പറ. മമ്മൂക്കയുടെ ശബ്ദം ചെയ്യും. അത് ചെയ്യാം. അതിന് മുമ്പ് അതിനകത്ത് പ്രിയമുള്ളവരെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയ നമുക്കറിയാം, നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്നിവിടെ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, മലയാള സിനിമയിൽ കോമഡിയുടെ തരംഗം തീർത്ത, കോഴിക്കോടൻ ഭാഷകളിലുള്ള നമ്മളെ ചിരിപ്പിച്ച നമ്മുടെ താരമാണെന്ന് വളരെ 4 അക്ഷരത്തിൽ തീർന്ന പേരുള്ളൂ മാമുക്കോയ. അങ്ങനെ വേണ്ട. വേദിയിൽ മാമുക്കോയ. എന്താ എന്താണ് സാർ അത്? മാമുക്കോയ ചിരിച്ചാണ്. ഡയലോഗ് പറ. പിസിടൂലട്ടെ. പിസ് വേണ്ട. പിസിടൂല. ഡയലോഗ് പറ. കൊച്ചല്ല അതിന്റെ മോനെ. ഒരു ഹലോ, എന്തൊരു ഉദ്ഘാടന കിടപ്പിലായി. കിടപ്പിലായി എന്നല്ല, ഇരിപ്പിലായി എന്നല്ലേ? പൊന്നു മക്കളെ, ഇപ്പൊ ഏത് നിലയിലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരു കോള് വന്നിട്ടുള്ളൂ. ഹലോ ഹലോ സാറേ, എന്താ സാർ? ഞാനൊരു സീക്രട്ട് ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ സാറേ? ആരോടും പറയല്ലേ? ഇല്ല. അതെ, ഇതിനകത്ത് വെള്ളം തീർന്നു. മോട്ടർ അടിക്കാവോ? അതെ എടി, നമ്മുടെ കംഫർട്ട് സ്റ്റേഷന്റെ അകത്ത് വെള്ളം തീർന്നു. വെള്ളം തീർന്നാ? എടി ഷാരി, ഷാരി, ഈ ആവശ്യത്തിന് വിളിച്ച് പെണ്ണ് കേൾക്കൂല. എടി ഷാരി, നമ്മുടെ സൂപ്പർ സ്റ്റാർ കക്കൂസിലെ വെള്ളം തീർന്നാ മോട്ടർ. അതെ, ഇതെന്താണ് ഒരു എക്കോയൊക്കെ? മൈക്കിക്കട വിളിച്ചു പറഞ്ഞതാന്നേ. മൈക്കിൽ കൂടെ വിളിച്ചു പറയാൻ ഇവിടെ നടക്കുന്ന മെഗാ ഷോ അല്ല, ഒരു കുഞ്ഞു മാട്ട. ഇനി ഒരു കാര്യം ചെയ്യാം, ഇത്ര നേരം ആൾക്കാരെ പാട്ട് പാടി ഇത്ര പേരൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ ഭാര്യയുടെ ചെറിയ പെർഫോമൻസ് ആണ്. എനിക്ക് പോണം, എനിക്ക് പോണം. അങ്ങോട്ടല്ല, എന്റെ സിനിമയുടെ പ്രൊമോഷൻ എനിക്ക് പോണം. എനിക്ക് പോണം. എന്താണത്? ആടുജീവിതത്തിലെ പൃഥ്വിരാജ വന്നപ്പോ 70 കിലോ ഉണ്ടായിരുന്നു, 35 കിലോന് ഇപ്പൊ കുറഞ്ഞത്. മനസ്സിലായ? എനിക്ക് പോണം, എനിക്ക് പോണം. അമ്മ അമ്മ കിടക്കനായിട്ട് മിമിക്രി ചെയ്യണ്. ആടിന്റെ ശബ്ദം പോലില്ലേ? ആടിന്റെ സൗണ്ടല്ല, ഞാൻ അമ്മേനെ വിളിച്ചതാണ്. ഇത് എന്റെ സിനിമയുടെ പ്രൊമോഷൻ ഉള്ള സമയമായി, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പ്രൊമോഷന് പോകണമെന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, സാറ് വന്നപ്പോ തൊട്ട് പറയേണ്ടത് എനിക്ക് പോണം പോണം പോണം. ഏത് സിനിമയുടെ പ്രൊമോഷന് പോകാനാണ്? ഞാൻ അഭിനയിച്ച സിനിമയുടെ. അത് ഏത് പടം? അടിനാശം വെള്ളപ്പൊക്കം. ആരോ അറിഞ്ഞിട്ട പേരാ, അടിനാശം വെള്ളപ്പൊക്കം. ഓ, എന്റെ ലൂസ് മോഷൻ. ലൂസ് മോഷൻ അല്ല സാറേ, പ്രമോഷൻ. അത് തന്നെ പറഞ്ഞത്. അവിടെ ഇരിക്കല്ലേ, അവിടെ പോയി. അവിടെ നല്ലൊരു പെർഫോമൻസ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. ഇത് പെർഫ്യൂം ആണോ അതോ ടോയ്ലറ്റിന്റെ ആണോ എന്നതായിരുന്നു? ശക്കിടിലായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. അതെ, ആ 2 ഫ്ലിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. പെർഫ്യൂം കൂടെ കംഫർട്ട് സെഷൻ. വിഷ്ണുപ്രിയയുടെ അനൗൺസ്മെന്റ് ആയിരുന്നു. വൈഫൈ ഫ്രീ എന്നാണ്. ടോൾ ഫ്രീ നമ്പർ ആയിരുന്നു അടിപൊളി. എന്തായാലും മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ചേച്ചി എന്താ പറയണ്ട? നന്നായിരുന്നു, നല്ലൊരു സ്കിറ്റ് ആയിരുന്നു. ഒരു പുതുമ. ഇന്ന് വരെ ഇവിടെ ടോയ്ലറ്റ് സ്കിറ്റ് വന്നിട്ടില്ല. സോ ഗുഡ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സുബിചേട്ടൻ സത്യത്തില് സൂപ്പർ സ്റ്റാർ മറ്റേ പേര് മറന്നതല്ലേ? പേര് അതിൽ നോക്കിയിട്ട് സൂപ്പർ സ്റ്റാർ നൈസായിരുന്നു. കൈ തട്ടി കളിച്ചത് അല്ലേ? നല്ലായിരുന്നു. നമുക്ക് എനിക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? ഇനി പണമൊഴുകണ കടി പറന്നിറങ്ങണ ചുരി ചുരി പല ചുരി അവിടെ ഒരു 2 ഉണ്ട്. 32,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ബാങ്ക് ഓഫ് ബോംബെ 32,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ എന്തായാലും തൽക്കാലം നമ്മളൊരു ബ്രേക്ക് എടുക്കാണ്. നിങ്ങൾക്ക് 32,000 റുപ്പീസ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും പെർഫോമൻസ് ആയിട്ട് വരാം. ഓക്കെ, കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പൊ വെൽക്കം ബാക്ക് ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോ പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ്, പവേഡ് ബൈ അമൃതവേണി ലൈസ് കിറ്റ്, കോ പവർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്.
ഞാൻ ഇനി നമ്മുടെ ആഘോഷം ടീം ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊപ്പം നമ്മളും ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ആളിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ പോകണം. അതായത് നമ്മുടെ ഈ ഫ്ലോറിലും നമ്മുടെ ഇവിടെ ഉള്ള ആർക്കും എന്ത് പ്രശ്നം വന്നാലും എന്ത് കാര്യം വന്നാലും നമ്മൾ പറയുന്ന ഒരാളോടാണ്. പുള്ളി എല്ലാം ഒരു ചാക്കിലിട്ട് കൊണ്ടുവന്ന് തരും. അങ്ങനത്തെ ഒരാളുണ്ട് നമ്മുടെ ചാക്ക് ചന്ദ്രൻ. ചേച്ചി ഓർമ്മയില്ലേ? ക്രിസ്മസ് ഒക്കെ ഓർമ്മയില്ലേ? ചാക്ക് ചന്ദ്രനെ വിളിക്കാൻ വേണ്ടി അഖിൽ കവലിയൂർ പോയിട്ടുണ്ട്. പുള്ളി ഇപ്പൊ വരും. കിഡിലും എൻട്രി ആയിരിക്കും. ഒന്ന് കഴിച്ചു കൊടുത്തേ. ഓഹോ അവിടെ ഊണുമെല്ലാം വിളമ്പി വെച്ചേക്കണം. മുമ്പ് ചെന്ന് കയറി കൊടുക്കാൻ ദേഷ്യം വരും പുള്ളിക്ക് പെട്ടെന്ന്. അല്ല നാട്ടിൽ നിന്ന് തേനെടുത്തോണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞ് കോമഡി മാസ്റ്റർ പെട്ടെന്ന് വാ, അവിടെ വലിയ ആഘോഷം നടക്കണമെന്ന് പറഞ്ഞിട്ട് ചാച്ചി അല്ല ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഹിന്ദി പറയല്ലേ, ഞാൻ ഇങ്ങോട്ട് വരൂലെന്ന്. മറ്റേ ക്രീം ബന്ന് കിട്ടിയായിരുന്ന എന്നും വിളിച്ച് ചോദിക്കൂടാ ചന്ദ്ര 2 ക്രീം ബന്ന് കൊണ്ടുവരൂടാ, ക്രീം ബന്ന് കൊണ്ടുവരൂടാ. അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എറിയാനായിരിക്കും. അല്ല കാര്യം വെച്ചാല് ഈ കോമഡി മാസ്റ്റേഴ്സിൽ ആഘോഷം നടക്കണമെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ഓടി വന്ന് എന്തോ ആഘോഷം ഉണ്ടെങ്കിലും ഞാൻ നടക്കുന്നെങ്കിൽ വരുമല്ലോ. അല്ല ആഘോഷം നടക്കല്ല, ആഘോഷം ഇരിക്കുകയാണ്. ആഘോഷം ഇരിക്കൂടെ? പിന്നെ നിന്ന് കാല് കഴിച്ചപ്പോ സ്വപ്പം നേരെ ഇരുന്നത്. അതാണ് പറഞ്ഞു കൊടുത്തില്ലേ കാര്യം. ഇതാണ് ആഘോഷം സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? എനിക്ക് എനിക്കൊക്കെ ഈ നമ്മളെ പാലോട് വനത്തിനകത്ത് തിയേറ്റർ ഒന്നും ഇല്ലാത്തത് നമ്മളിതൊന്നും കാണാറില്ല. സോറി കേട്ടോ. അതായത് കാട്ടിക്കിടകളോടെ അറിഞ്ഞില്ല. പുള്ളി മനസ്സിലായ ഫസ്റ്റ് നെഞ്ചു പിരിച്ചിരിക്കുന്ന മനുഷ്യൻ നെഞ്ചത്തിരിഞ്ഞ് അകത്തോട്ട് മനസ്സിലായില്ല. അതാണ് ഡേവി. 4 പൊറോട്ട കൂടെ തരാൻ പറയും. ഗ്രാവി എന്ന് പറഞ്ഞു. അത് മനസ്സിലായില്ലേ? പണിയുണ്ടാ പണി ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരാഴ്ചയായി പണി കഴിഞ്ഞിട്ട്. അതല്ല പണി സിനിമ കണ്ട പണി സിനിമയില്ല. അല്ല കൂളിംഗ് ഗ്ലാസ് എടുക്കണ്ട, നോക്കട്ടെന്നാ. ഇതാ നമസ്കാരം. നമസ്കാരം. അതിന്റെ അപ്പുറത്തിരിക്കണല്ലേ? അത് സ്പടികൻ ജോർജ്. എനിക്ക് ഗുമസ്തനെ കണ്ടിട്ടില്ലേ? എടേ കാട്ടുന്ന തേക്കൻ തടി മുടിച്ചാൽ എത്ര പൈസ കൊണ്ടുപോയെന്നറിയാൻ വേണ്ടിയെന്ന്. മനോജ് ഗുമസ്ത സിനിമ തിയേറ്ററും ഇതായിട്ടൊന്നും വലിയ ബന്ധമില്ല. അതുകൊണ്ട് ഗുമസ്ത സിനിമയില് അത് ഞാൻ മനസ്സിലായി. അപ്പുറത്തേക്ക് നല്ല മനസ്സിലായ കറുത്തോടുപ്പ് എടാ സുമേഷ് ചന്ദ്രൻ. നമ്മളൊരു ഷാപ്പിൽ ഇരുന്ന് നമ്മൾ തമ്മിലെ പട്ട അടിക്കുന്ന ടീം. കഴിഞ്ഞ ആഴ്ച 2 കുപ്പി പട്ടേര ഷെയർ തരാൻ വേണ്ടി കേട്ടാ. ഇപ്പൊ സെലിബ്രിറ്റി ആയാടെ. പിന്നെ സുമേഷ അളയാ മറ്റേ ഷാപ്പിൽ ഇരുന്ന് പറഞ്ഞ പാട്ടൊന്ന് പാടാ. അത് എവിടെ ചെന്നാലും ചോദിക്കും. പാട നമ്മക്ക് നമ്മളെ ചാറ്റിക്കും നമ്മളെ പിള്ളേർക്കും വേണ്ടി ഒന്ന് പാടളയാ. നീ അറിഞ്ഞോ മേലെ മാനത്തെ. മതി എവിടെ ചെന്നാലും നീ അറിഞ്ഞോ മേലെ മാനത്തെ. എവിടെ ഇതാ ഉള്ളടേ അവന്. ഇത് നീ മാത്രമേ അറിയാതുള്ളൂടാ. ബാക്കി എല്ലാരും പറഞ്ഞു എത്ര സ്റ്റേജാ കളിയാ. അതിന്റെ അപ്പുറത്തേക്ക് മനസ്സിലായില്ലേ? ഇല്ല. മമ്മൂക്കൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടോടാ മമ്മൂക്കയുടെ അനിയന്റെ മകൻ മക്ബൂൽ സൽമാൻ ആണോ? എനിക്ക് ഒരു ആഗ്രഹം കൊണ്ടൊന്ന് പറയട്ടാ. ആദ്യം ഇവിടെ കറക്റ്റ് നടക്കും. പറ. മൂത്താപ്പരടുത്ത് പറയണം. മറ്റേ സിഗരറ്റ് വലിച്ചിട്ട് കുമ്മള വിടണില്ലേ? ആങ്കാവല് കണ്ടതിന് ശേഷം ഭയങ്കര ആഗ്രഹമാണ് ആ കുമ്മള വിടണത് പഠിക്കണമെന്ന്. ഉണ്ട വിടണത്. ഒരു കാര്യം ചെയ്യ്. നാളെ രാവിലെ 6:30 പുള്ളി കുളിച്ച് പല്ലി വെച്ചിട്ടിരിക്കുമ്പോ നേരെ ചെന്നാൽ മതി. കറക്റ്റ് ഉണ്ട വിട്ട് കാണിച്ചു. രാവിലെ ചെല്ലണം കേട്ടോ. രാവിലെ ചിലപ്പോ സമയം ഉണ്ടാവുന്ന പാലെടുക്കാൻ വേണം റബ്ബറിന്റെ. അല്ല അതിന് മുമ്പ് ചെല്ലണം. കാരണം കാറ്റടിച്ച പിന്നെ ഉണ്ട ചിലപ്പോ കിണഞ്ഞു പോകും. പഠിപ്പിച്ചു ഇങ്ങനെ തന്നെ പോണേ. അല്ല മറ്റേ ഒന്ന് പരിചയപ്പെടുത്താൻ പറ. ആരെ നായികയാണ്? അപ്പൊ ഉണ്ട വിടാനല്ല, ഉണ്ട തിന്നാനാണ് കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഹലോ ചാക്കിൽ കൊണ്ടുവന്ന സാധനങ്ങൾ ചാക്കെടുക്കാൻ മറന്നു കേട്ടോ. ഞാൻ ചാക്കിലാണ് ഇവിടെ എല്ലാവർക്കും എല്ലാം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം ചാക്കിനകത്ത് വേറൊരു ചാക്കുണ്ട്. അതായത് ഇതെന്താന്നറിയാം? ഇത് മണപ്പിച്ച് നോക്കണോ? നല്ല മണമുള്ള ആഘോഷം ടീം വന്നിരിക്കല്ലേ. അപ്പൊ ഇവിടെ സ്കിറ്റ് അടിച്ച് ഭയങ്കര ചളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് സുഗന്ധം അങ്ങ് പരക്കും മൊത്തം. പെട്ടെന്ന് മണപ്പിച്ചാണ്. അല്ല ഞാൻ എന്താ മണപ്പിച്ച? അല്ല ഇത്രയും നേരം നിങ്ങൾ വെതറിയതേ അത് അവർക്ക് നാറ്റം അടിക്കണ്ടല്ലോ. കുറച്ച് എന്റെ നിന്റെ ഇനി നീ പറയുമ്പോ എനിക്ക് മണപ്പിക്കാല്ലോ. വേറൊരു വെറൈറ്റി ഉണ്ട്. പശ. അതായത് ഇതാണ് കാട്ടിനകത്ത് മാത്രം കാണുന്ന ഒരു തരം പശയും. ഏത് സാധനവും ഒട്ടാൻ ബെസ്റ്റ് ആണ്.
ഏത് സാധനം ഏത് സാധനം ഒട്ടും. അല്ല ഇത് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം. അല്ല ഇവിടെ കുറെ സ്കിറ്റുകൾ പൊട്ടി കിടക്കണം പറഞ്ഞു. അപ്പൊ അത് ഒട്ടിക്കാൻ വേണ്ടി കിടിലം പശയും. അങ്ങനെ ആദ്യം വേണ്ടത് ഈ ചന്ദ്രന്റെ എൻട്രി പൊട്ടി കിടക്കുകയാണ്. നമുക്ക് ആദ്യം ഇത് ഒട്ടിക്കാം. അല്ല വേറെ ഇത് നിങ്ങൾ അങ്ങനെ കുറച്ച് കാണരുത്. ഒരുപാട് സിനിമാക്കാർ എന്റെ പാലോട് വനത്തിലോട്ട് വരും. എന്നിട്ട് പറയും എന്റെ സിനിമ പൊട്ടി ഇതൊന്ന് ഒട്ടിച്ചു തരാൻ പറയും. അങ്ങനെ ഞാൻ ഫിലിം ഒട്ടിച്ചങ്ങ് വിട്ടുകൊടുക്കും. സിനിമ ഹിറ്റ് ആവും. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാ? ഒരു കാര്യം ചെയ്യാം, ആ ചാക്ക് നിർത്താണ്. എന്തായാലും ഞാൻ ചീഞ്ഞ് നിൽക്കുകയാണ്. ചാക്ക് തലയെ കൂടിട്ടുണ്ട് പൊക്കളെ. പിന്നെ ഡയറക്ടർ അവിടെ ആഘോഷത്തിന്റെ ഡയറക്ടർ ആണെങ്കിൽ ഇവിടെ, അവിടെ നമ്മുടെ ഷോയുടെ ഡയറക്ടർ ആണെങ്കിൽ അവിടെ. അയ്യോ അപ്പൊ ഇതുവഴി പോവാ. പോയാ അപ്പം ചന്ദ്രൻ മിക്കവാറും ഇരുട്ടുവാക്കിന് പോയി എവിടെയെങ്കിലും വീഴും. അതുകൊണ്ട് ചന്ദ്രനെ നോക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ആ പശ ഇവിടെ വെച്ചിട്ട് പോണേ. അതിനിടെ എഡിറ്റർമാർക്ക് ആവശ്യം വരും ഇത് മൊത്തം വെട്ടിയും ഒട്ടിച്ചു വിടാൻ. ചന്ദ്രന്റെ പശ നമ്മുടെ ആഘോഷം ടീമിന് ആവശ്യം വരൂല. കാര്യം ആഘോഷം സിനിമയ്ക്ക് ആള് കയറും, പണം ഹിറ്റാവും. അപ്പൊ ആഘോഷമായിട്ട് ഒരു ബ്രേക്ക്. Cutie the Beauty Soap presents Comedy Masters powered by Amritaveni Lice Kit, co-powered by Rajakumari Group. അല്ല വേറെ കേസ്. എന്നാണ് കേസ്? എഡിറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു വിട്ടാണല്ലോ വീണ്ടും ചന്ദ്രൻ എങ്ങനെ വന്നോടാ? ഇന്നത്തെ മെയിൻ ആണെന്ന് അറിയണം. അയ്യോ ഇത്രയും ധൈര്യം ചാൾസ് ശോഭരായി അഞ്ചരക്കെ വണ്ടിയല്ല അതുവരെ ഇവിടെ നിൽക്കല്ലേ. ഇവിടുത്തെ മെയിൻ ഇപ്പൊ ചോദിക്കും എന്തിനു കയറി നിൽക്കുന്നത്. അതെ, അത് സംഭവം എന്താണെന്നുള്ള ഇവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അതായത് നമ്മുടെ എല്ലാ എപ്പിസോഡിലും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ബെസ്റ്റ് പെർഫോമർ അല്ലെങ്കിൽ ഇന്നത്തെ മെയിൻ ആരാന്നുള്ളൊരു ചോദ്യചിഹ്നം എല്ലാവർക്കും ഉണ്ടാവും. അതിന്റെ ഉത്തരവായിട്ടായിരിക്കും നമ്മൾ ഇവിടെ വരുന്നത്. പിന്നെ മെയിൻ ആരാണെന്നുള്ളതാണ് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്. ഞാൻ അതിന്റെ ഒരു സജഷൻ എനിക്ക് തോന്നുന്നു എല്ലാരും എഗ്രി ചെയ്യുന്നു വിചാരിക്കുന്നു. നമ്മുടെ ബെസ്റ്റ് ദ മെയിൻ പെർഫോമർ ഞങ്ങൾ ഉദ്ദേശിച്ചാണോ ചേച്ചി ഉദ്ദേശിച്ചത്? നമ്മുടെ മനസ്സ് ഉദ്ദേശിക്കുന്നത് തന്നെയാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ താരം, ഇന്നത്തെ മെയിൻ ഒരു മിനിറ്റ്, ഇനി നമ്മൾ ഉദ്ദേശിച്ചതിന് തന്നെയാണോ കിട്ടിയെന്നുള്ളത് അറിയണ്ടേ? നോക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ റോക്കറ്റ് ശർമ്മ ഇന്ന് വേദിയിൽ എത്തിച്ചേരാൻ പോവുകയാണ്. ഈ കംഫർട്ട് സ്റ്റേഷനൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പുള്ളിയൊക്കെ വരുമോ? കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനം എന്നല്ല പറഞ്ഞേക്കുന്നത്, ഒരു പെർഫ്യൂം കടയുടെ ഉദ്ഘാടനം പറഞ്ഞേക്കുന്നത്. ഈ സ്ഥാപനത്തിനാണ് ഉദ്ഘാടനം എന്നറിഞ്ഞപ്പോൾ എന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന തെന്നിന്ത്യൻ നായകൻ എന്റെ അടുത്ത് പറഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന്. ആരും അനുവാദം ചോദിക്കാണ്ട് കുറച്ച് ഞാൻ പൊതിഞ്ഞെടുക്കുവേ പെർഫ്യൂം. അത് മാത്രമല്ല ഇതിന്റെ ഒരു ബ്രാഞ്ച് ദുബായിൽ തുടങ്ങിയാലോ എന്നൊരു ആലോചന. അല്ല, ദുബായിലൊക്കെ ഇത് പോവോ? ദുബായിലും എല്ലായിടത്തും പോകുന്ന ഒരു ഐറ്റമാണിത്. എന്ത് പെർഫ്യൂം? ഷജീറിന്റെ കംഫർട്ട് സ്റ്റേഷനിൽ എന്റെ ചന്ദ്രന്റെ പശ മുക്കി കളഞ്ഞുകളല്ല. കുഴപ്പമില്ല, അടുത്ത തവണ പിടിക്കാം അല്ലേ? അടുത്ത തവണ ഞാൻ എപ്പോഴേ തലയെ കുനിച്ചിരിക്കുന്നു കിരീടം വെക്കാൻ. ഇത് അപ്പൊ പറഞ്ഞിരുന്നു പിന്നെയും കിട്ടുമായിരുന്നു. ഇല്ലല്ല, ഷജീറിന്റെ കംഫർട്ട് സ്റ്റേഷനിൽ നിങ്ങളെ പൂ കൊണ്ടുപോയി. കറക്റ്റ്. സംഭവം എന്തായാലും ഒരാൾക്ക് ഗുണം ഉണ്ടായാലോ, അത് മതി. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി പ്ലീസ് ആ ക്രൗഡിംഗ് മൊമെന്റിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ. ക്രൗൺ മാത്രമല്ല ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പറും ലഭിക്കുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻ. അല്ലല്ല, അവർ സോപ്പ് ചന്ദ്രനോട് ഞാൻ ചോദിച്ചു വെച്ച്. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും അങ്ങനെ നമ്മള് ഇന്നത്തെ മെയിൻ ആരാന്നുള്ളതും അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഗംഭീരമായിരുന്നു. അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ മെയിൻ ആവാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ പെർഫോമൻസിലൊക്കെ മുന്നോട്ട് അടിപൊളിയാവട്ടെ. അത് മാത്രമല്ല ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഇവിടെ ആഘോഷം നടക്കുമ്പോഴും ആഘോഷത്തിൽ ഒരു മെയിൻ ഉണ്ട്, പക്ഷെ മെയിൻ ഇറങ്ങിയില്ല. ആരാണോ മെയിൻ? എല്ലാരും മെയിൻ ആണ്. സുമേഷ് ചന്ദ്രൻ. സുമേഷ് ചേട്ടാ ഒരു അവസരം കൂടെ. 2 സ്റ്റാർ കേൾക്കാതെ എങ്ങനെ പോകും? അതെ അല്ലേ? ആദ്യം പറഞ്ഞ പോലെ ചെയ്തു എല്ലായിടത്തും. അത് കുഴപ്പമില്ല. സീരിയസായിട്ട് എനിക്ക് തോന്നുന്നു ആഘോഷം ടീം അതൊരു ആഘോഷമാക്കി നിങ്ങൾ നിങ്ങളുടെ മെയിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണം. പറ, കമോൺ. ഞങ്ങളുടെ അതുല്യ കലാകാരൻ സുമേഷ് അവതരിപ്പിക്കുന്ന
എന്ത് സ്റ്റാറോ? അല്ല 3. പിന്നെ ഇത്ര നേരം നമ്മൾ പറഞ്ഞോണ്ടിരുന്ന ഞാൻ എന്നാ മ്യൂസിക് ഡയറക്ടർ ശരത് സാറിന്റെ ശബ്ദമാണ്. വെറൈറ്റിയാണ് വെറൈറ്റി. ആ പശ റെഡിയാക്കി വെച്ചോട്ടോ. എന്താ മകളെ ഇന്നിരിക്കുന്നത്? മകളൊന്ന് കൈയടിച്ച മകള് അവിടെ ഇവിടെയൊക്കെ അങ്ങ് പൊട്ടി. പിന്നെ സംഗീതം എന്ന് പറഞ്ഞാൽ വലിയൊരു തെങ്ങ, അത് അങ്ങ് കയറി പോണം. മൂടില്ലാത്ത തെങ്ങാണെങ്കിൽ താഴെ വീണ് മൂട് പോകും. തുണ്ടുവല്ലൊക്കെ പാടിയപ്പോൾ എന്താ കാട്ടിയത്? പാടിയപ്പം ടെമ്പോ അങ്ങ് വന്നില്ല മക്കളെ. ഒരു പെട്ടി ഓട്ടോറിക്ഷയെങ്കിലും വിളിച്ചോണ്ട് പോരാൻ മേലായിരുന്നു. നന്നായിരുന്നു മോനെ, സൂപ്പർവായിരുന്നു. സൂപ്പർ സ്റ്റാർ ശരത് സാറിനെയാണ് ചെയ്തത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സുമേഷ് ഏട്ടൻ. സുമേഷ് ഏട്ടാ ഒരു സ്റ്റാർ കൂടെ കിട്ടോ? ഒരെണ്ണം കൂടെ കിട്ടോ? ജാഫ്രിക്ക അങ്ങനെ ഡയലോഗല്ല, പള്ളിക്കിട്ട് പറഞ്ഞപ്പോ തന്നെ ഇടയ്ക്ക് കയറി വന്നു. ഡയലോഗല്ല പുള്ളി. ജാഫ്രിക്ക ഒരു കോഴിത്തൂവല്, ജാഫ്രിക്ക ഇത് കേട്ടാ ചീത്ത വിളിക്കും. ഒരു കോഴിത്തൂവല് ജാഫ്രിക്ക ചെവിയിലിടുമ്പോ ഉണ്ടാകുന്നത്. എന്നാ സുഖാടാ കിടിലം നല്ലായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമേഷ് ചേട്ടന്റെ വക 2 സ്റ്റാറുകളെ കിട്ടി. താങ്ക് യു. ആഘോഷം മെയിൻ ആണ്. ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ശരിക്കുള്ള മെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരുമാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. ഒപ്പം തന്നെ നിങ്ങളുടെ സിനിമയും ആഘോഷമായി മാറട്ടെ. എല്ലാ തിയേറ്ററുകളിലും എല്ലാം നന്നായിട്ട് ആഘോഷമായിട്ട് മാറട്ടെ. പോകുന്നതിന് മുമ്പ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും ആഘോഷം തിയേറ്ററിൽ പോയി കാണുക. ക്രിസ്മസ് ന്യൂ ഇയർ റിലീസാണ്. ആഘോഷമായി തന്നെ അടിച്ചൊളിക്കാൻ പറ്റുന്ന സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാണ്. ബട്ട് ഡോണ്ട് വെറി, ആഘോഷം തിയേറ്ററിൽ ഓടും. നിങ്ങൾ അത് പോയി കാണാം. ഒപ്പം നമ്മളും വരുന്നതാണ്. സോ ദിസ് ഈസ് ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ് പവർഡ് ബൈ അമൃതവേണി ലൈഫ് കിറ്റ്, കോ പവർഡ് ബൈ രാജകുമാരി Group saying bye-bye, good night.